അലർജിയാണ് ഡോക്ടറെ. എന്തൊക്കെ ചെയ്തിട്ടൊരു മാറ്റവും ഇല്ല. ചിലപ്പോൾ എന്തെങ്കിലും മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടൊരു സമാധാനം കിട്ടും ട്ടോ. പക്ഷേ ആ മരുന്ന് നിർത്തിയ സ്പീഡിൽ വീണ്ടും ഇതേ പ്രശ്നം വരികയാണ്. എന്തൊക്കെ ചെയ്യണമെന്നോ ഇല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ എൻ്റെ ലൈഫേ സ്പോയിലായ അവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. ചിലപ്പം ചെറിയ ചൊറിച്ചിലോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ചിലപ്പോൾ എൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് മിസ് ആവാറുണ്ട് എനിക്ക്. ഞാനൊരു ടൂറ് പോകാൻ അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചിട്ട് എത്ര കാലമായി എന്നറിയോ? അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പോലും എനിക്ക് പറ്റാറില്ല. ഈ അടുത്തൊരു റീല് കണ്ടിട്ടുണ്ടായിരുന്നോ? വയനാട്ടിലേക്കല്ലേ പോകുന്നത്, എന്തിനപ്പം നിങ്ങൾ ഭയങ്കര ഹെവി സ്വെറ്ററൊക്കെ ഇട്ട് നടക്കുന്നത് എന്ന് പറഞ്ഞപ്പം അവരുടെ ഫ്രണ്ട്സ് പറയണം അല്ലല്ല ഞങ്ങൾ ടൂറ് ഊട്ടിയിലേക്ക് മാറ്റി എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി പറയുന്നത് ഞാനില്ല ഞാൻ ആ ഭാഗത്തേക്ക് ഇല്ല, ഞാൻ ഇനി പോയി നേരത്തെ കിടന്നുറങ്ങട്ടെ, നാളെ എണീറ്റിട്ട് വേണം എനിക്ക് തുമ്മി മരിക്കാനെന്ന്. കാരണം അത്രയും അവസ്ഥയിലാണ് ആക്ച്വലി ഒരു അലർജി ഉള്ള ഒരാൾ അനുഭവിക്കുന്നത്. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന തുമ്മൽ, അതേപോലെ മൂക്ക് ചൊറിച്ചിൽ, കണ്ണ് ചൊറിച്ചിൽ, ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അസഹനീയമായിട്ടുള്ള വീക്കം, ശ്വാസം കിട്ടായ്മ, അങ്ങനെ പല രീതിയിൽ ഇതിൻ്റെ സിംറ്റംസ് റേഞ്ച് ചെയ്യാറുണ്ട്. അപ്പം ഇതെന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, എന്തൊക്കെ ഒറ്റമൂലികൾ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സറോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല. അപ്പോൾ എന്താണ് അലർജി എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും IgE കൂടുതലാണ് എന്നുള്ളതാണ്. ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാം IgE കൂടുതലാണ്, അതുകൊണ്ടാണ് എനിക്ക് അലർജി എന്ന് പറയുന്നത്. അലർജി എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിന് ഒരു പ്രതിരോധ ശേഷി ഉണ്ട് എന്നുള്ളത്. എല്ലാവരുടെ ശരീരത്തിനും ഒരു പ്രതിരോധ ശേഷി ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പം ഇതിനെ അതെന്ന് പറഞ്ഞാൽ പല വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് നമ്മളെ ശരീരത്തിൽ ഇതിന് സോൾജേഴ്സായിട്ട് അല്ലെങ്കിൽ പട്ടാളക്കാരായിട്ട് നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി അകത്ത് വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ ശരീരത്തിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ കടത്തിവിടാം. ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അതിനെല്ലാ സോൾജേഴ്സും കൂടെ കടന്ന് ഫൈറ്റ് ചെയ്ത് അതിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഈ സമയത്താണ് പലപ്പോഴും നമുക്ക് പല രീതിയിലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ചൂട്, പനി പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാറുള്ളത്. അപ്പോൾ അതേ അവസ്ഥയിൽ നമ്മുടെ ശരീരം വെരി കോമൺ ആയിട്ടുള്ള എന്നാൽ അത്ര പ്രശ്നമില്ലാത്ത സാധനങ്ങളെ അത് ഭയങ്കരമായിട്ടുള്ള ഒരു അപായം നമ്മളെ ശരീരത്തിൽ ഉണ്ടാക്കും എന്നുള്ളൊരു ഫീലിങ്ങിൽ അതിനെ എക്സ്ട്രീമായിട്ട് പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഈ അലർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അലർജിക് കണ്ടീഷൻസോ സിംറ്റംസോ വരുന്നത്. ഉദാഹരണത്തിന് ഇപ്പം ചില ആളുകൾക്ക് മൂക്കുമല് തൊട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പൊളൻ ഗ്രെയിൻ, നമ്മുടെ പൂമ്പൊടി, അല്ലെങ്കിൽ അത് പോട്ടെ എന്തെങ്കിലും ഒരു ഡസ്റ്റ്, ചെറുതായിട്ടൊരു പൊടി സൈഡിൽ കൂടെ അടിച്ചാൽ മതി, ഒരു വണ്ടി പോയാൽ മതി, അപ്പോഴേക്കും തുമ്മുക എന്ന് പറയുന്ന ഒരവസ്ഥ. അതായത് ആ ഒരു പൊടി അകത്ത് ചെന്നപ്പോഴേക്കും ശ്വസിച്ച് ഉള്ളിലേക്ക് എത്തിയപ്പോഴേക്കും ബോഡി അതെന്തോ ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ആ സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ അത്രയും റിയാക്ഷൻസ് വരുന്നത്. ഇത് ചില ആളുകൾക്ക് വെറും തുമ്മലിൽ നിൽക്കാറുണ്ട്, ചില ആളുകളിൽ എക്സ്ട്രീമായിട്ട് ശ്വാസം കിട്ടാത്തൊരവസ്ഥയിലേക്ക് മരണം വരെ സംഭവിക്കാറുണ്ട്. അപ്പം അലർജി എന്നുള്ള പലതരത്തിലുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന IgE എന്ന് പറയുന്ന ഈ ഒരു വൈറ്റ് ബ്ലഡ് സെല്ല് ഇതിനോട് മല്ലിടുന്ന സമയത്ത് ശരീരത്തിൽ ഹിസ്റ്റമിൻ പോലുള്ള ഒരുപാട് രാസവസ്തുക്കൾ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സിംറ്റം ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ആളുകളും പല രീതിയിലാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് എന്തിനോടാണ് ഏത് രീതിയിലാണ് നിങ്ങളുടെ ബോഡി അതിനോട് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ്. ചില ആളുകൾക്ക് അത് വെറും തുമ്മലോ അല്ലെങ്കിൽ ഈ ഒരു അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ നിൽക്കാറുണ്ട്. അതായത് ചിലപ്പോൾ ഇവിടെ ചൊറിച്ചിലാവാം, ചിലപ്പോൾ മൂക്കിലാവാം, ചിലപ്പോൾ തൊണ്ട എന്ന് പറഞ്ഞാൽ സൗണ്ട് ഉണ്ടാക്കി നടക്കുന്നതാവാം, ചിലപ്പോൾ കണ്ണ് ഭയങ്കരമായിട്ട് തിരുമ്മി അല്ലെങ്കിൽ ചൊറിച്ചിലാവാം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ ചുമന്ന് വെള്ളം ഒലിക്കുന്നതാവാം. മൂക്കിന്ന് എപ്പോൾ നോക്കിയാലും അവന് മൂക്കൊലിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ മൂക്ക് അടച്ചിട്ടാണ്, ഉറങ്ങാൻ പറ്റുന്നില്ലാത്ത സാഹചര്യങ്ങളാവാം. ചില ആളുകൾക്ക് അത് ശ്വാസം മുട്ട് വരെ എത്താം. ചില ആളുകൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ചില ആളുകൾക്ക് ചെമ്മീനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് അത് സ്കിന്നിലാണ് ഇഷ്യൂ വരാറുള്ളത്. അതായത് ചിലപ്പോൾ ഇങ്ങനെ ഓരോ കുരുകുരുവായിട്ട് പൊന്തി വരും, ഭയങ്കര ചൊറിച്ചിലാവും, ഭയങ്കര ചുവപ്പ് വരും, അല്ലെങ്കിൽ വീങ്ങി വരും. അല്ലെങ്കിൽ ചില ആളുകൾക്ക് അത് ഛർദിയായിട്ട് വരാറുണ്ട്, ഭയങ്കര അസഹനീയമായിട്ടുള്ള വയറുവേദനയായിട്ട് വരാറുണ്ട്. ചില ആളുകൾക്ക് അത് ഫുൾ ഈ ഒരു ഭാഗം, അതായത് അവരുടെ തൊണ്ട മുതൽ ഈ ഒരു വായിൻ്റെ ആ ഒരു ഭാഗം മൊത്തം അടയാറുണ്ട്. അപ്പോഴാണ് അധികം ശ്വാസം അകത്തേക്ക് പോകാതെ ഈ പറയുന്ന ശ്വാസമുട്ട് വന്ന് അവർ മരിക്കാറുള്ളത്, അല്ലെങ്കിൽ മരണം സംഭവിച്ചിട്ടുള്ള എക്സ്ട്രീം കേസസ് അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. ഇനിയിപ്പം ഇങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അറിയില്ലായിരുന്നു നിങ്ങൾ ഇതിനോട് അലർജിക് ആയിരുന്നു, പെട്ടെന്ന് നിങ്ങൾക്കൊരു അലർജി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം നിങ്ങൾക്ക് തൊലിയിലുള്ള സ്കിന്നിലുള്ള ചൊറിച്ചിലാണെന്ന് വെച്ചോളൂ. അപ്പോൾ എന്താണ് ഈ ഹിസ്റ്റമിൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാസവസ്തുക്കൾ ഇവിടെ വന്ന് ഓവറായിട്ട് നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഇഷ്യൂ ഉണ്ടാകുന്നത്.
അപ്പം എവിടെയാണോ ചൊറിച്ചിലുള്ളത് ആ ഭാഗം നല്ല തണുത്ത വെള്ളം കൊണ്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ ഹിസ്റ്റമിൻ്റെ ആ ഒരു റിലീസ് അവിടെ നടക്കുകയാണെങ്കിൽ ഹിസ്റ്റമിൻ ആ ഒരു ഭാഗത്ത് കുറയുകയാണ്. അപ്പം ചൊറിച്ചിലിന് ഒരു ആക്കം കിട്ടും. അതല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ അലോവേറ പോലെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ്. ആ ഒരു ഭാഗത്ത് ആ ഒരു പ്രശ്നം ഒരു പരിധി വരെ അത് കുറച്ച് കൊണ്ടുവരാറുണ്ട്. ഇനി അതല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഉപ്പുവെള്ളം കൊണ്ട് കഴുകാവുന്നതാണ്. അതേപോലെ ഈ ഒരു സമയത്ത് എപ്പോഴും ലൂസ് കോട്ടൺ ഡ്രസ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ചൊറിച്ചിലല്ല, അധികമായിട്ട് തുമ്മലാണ്, ഒരു രക്ഷയില്ല, തുമ്മി തുമ്മി മരിക്കുക എന്നുള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു മൂക്ക് നന്നായിട്ടൊന്ന് കഴുകുക എന്നുള്ളതാണ്. ചെറിയ ഇളം എന്താ പറയുക, ഈ ഉപ്പിട്ട വെള്ളം ഉണ്ടല്ലോ, ആ ഉപ്പിട്ട വെള്ളം മൂക്കിലേക്ക് കയറ്റി അതേപോലെ പുറത്തേക്ക് ഒന്ന് ചീറ്റി കളയുക. അപ്പോൾ മൂക്കിലുള്ള എന്തെങ്കിലും പൊടിപടലങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അലർജിക്ക് ആയിട്ടുള്ള എന്ത് സാധനമാണോ ഉള്ളത് അതങ്ങ് പുറത്തേക്ക് വരും. അതേപോലെ നിങ്ങൾക്ക് വീട്ടിൽ ഹെപ്പ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങളുടെ വീട്ടിലുള്ള പൊടി പടലങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിങ്ങൾക്ക് അലർജിക് ആയിട്ടുള്ള സാധനങ്ങൾ വീട്ടിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ഇതൊന്നും ചെയ്തിട്ട് കുറവില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീം ഇൻഹലേഷനും വളരെയേറെ ഒരു സമാധാനം തരാറുണ്ട്. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾ എന്താണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല ഇഞ്ചി അതേപോലെ അതിലേക്ക് മഞ്ഞളും ചേർത്ത് തേനും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ അതിനൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു പ്രവർത്തനം നടത്താൻ കഴിയും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു അതീവമായിട്ടുള്ള അലർജി വരുന്ന സമയത്ത് അവിടെ ആക്ച്വലി നീർക്കെട്ടുകൾ വരികയാണ്. ഈ നീർക്കെട്ടുകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പരിധി വരെ ഒന്ന് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു മിശ്രിതം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് സ്റ്റീം ഇൻഹലേഷൻസ് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ശരീരത്തിലുള്ള ഒരു പരിധി വരെ ഉള്ള ആ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മേലെ പറഞ്ഞുള്ള മിശ്രിതം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഫുഡിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൽ മഞ്ഞൾ ഒരു സ്പൂൺ ഇട്ടിട്ട് ദിവസവും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു നുള്ള നമ്മളുടെ കുരുമുളക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ പറയുന്ന ഒരു നിങ്ങളുടെ പ്രതിരോധം കൂട്ടാനും നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ ഒരു ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു ചാൻസസ് കുറയ്ക്കാൻ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ പറയാനുള്ളത്, നമുക്ക് എന്തുകൊണ്ടാണ് അലർജി എന്നുള്ളത് അറിയുകയാണെന്നുണ്ടെങ്കിൽ പറ്റുന്നതും അതിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചില ആളുകൾ പറയാറുണ്ട് മഴക്കാലത്താണ് എപ്പോഴും പ്രശ്നം വരാറുള്ളത് എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് മഴക്കാലത്ത്, നിങ്ങൾ നനയുന്നതാണോ തണുപ്പാണോ? ചില ആളുകൾക്ക് വീട്ടിലുള്ള പായൽ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ ആ ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഒന്നുകിൽ മാറുക അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും മുക്തി നേടാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ നല്ലൊരു എന്താ പറയുക, ചില ആളുകൾക്ക് മീൻ കഴിച്ചാൽ, പല രീതിയിലുള്ള മീൻ കഴിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലർക്ക് വളരെ ലൈറ്റായിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പം എന്താണോ ഇതിൻ്റെ കാരണം അതിനെ കണ്ടെത്തി അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യാറുള്ളത് പൊതുവേ ഹോമിയോ മെഡിസിൻസ് ആണ്. അപ്പം ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ ഇതിൻ്റെ കാരണം അത് കണ്ടെത്തി നമ്മൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ നമുക്ക് നല്ല രീതിയിൽ ആളുകൾക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ചില ആളുകൾ പറയാം, നമുക്ക് പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ചില ആളുകൾക്ക് എന്താണ് പെട്ടെന്ന് ശാന്തി വേണം എന്ന് പറഞ്ഞ് വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് ശാന്തി കൊടുക്കാനുള്ള മെഡിസിൻസ് ഉണ്ട്. പക്ഷേ അതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് അതിനെ പിടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുമ്പം അത് അമരാത്ത പ്രശ്നമൊന്നുമില്ല. പക്ഷേ വീണ്ടും നമ്മൾ മെഡിസിൻ നിർത്തുന്ന സമയത്ത് കുറച്ച് കാലം കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ട് അവർക്ക് വരാറുണ്ട്. പക്ഷെ നേരെ മറിച്ച് നമ്മൾ അതിൻ്റെ സമയം എടുത്ത് അതിൻ്റെ സിംറ്റംസിനനുസരിച്ചാണ് നമ്മൾ അതേപോലെ എന്തൊക്കെ എക്സ്പോഷേഴ്സ് ആണ് നോക്കിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. കുറച്ച് ടൈം എടുത്ത് അതിലേക്കുള്ള കാര്യങ്ങളെല്ലാം ഡീപ്പായിട്ട് ഡിഗ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെ കണ്ടിട്ടുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സറോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല.